Good morning all. Last class we force on a current carrying segment placed in uniform magnetic field in the session of and the surface current density അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും അതുപോലെ വോളിയം കറന്റ് ഡെൻസിറ്റിയും അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഒക്കെ നിങ്ങളോട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ആ ഭാഗം ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇത് വർക്കായിട്ട് തന്നത് നിങ്ങൾ നോട്ടായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, എന്നാലും ആ ഭാഗം ഒന്ന് പറയാനുണ്ട്. ആദ്യം സർഫസ് കറന്റ് ഡെൻസിറ്റി എന്താന്ന് പറയണം. നമ്മൾ ചാർജ് പറഞ്ഞപ്പം ലീനിയർ ചാർജ് ഡെൻസിറ്റി ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണെന്ന് പറഞ്ഞു. അതുപോലെ സർഫസ് ചാർജ് ഡെൻസിറ്റി ചാർജ് പെർ യൂണിറ്റ് സർഫസ് ആണെന്ന് പറഞ്ഞു. അതുപോലെ വോളിയം ചാർജ് ഡെൻസിറ്റി ചാർജ് പെർ യൂണിറ്റ് വോളിയം ആണെന്ന് പറഞ്ഞു. അതുപോലെ മറ്റൊരു ക്വാണ്ടിറ്റിയാണ് നമ്മുടെ ഈ സർഫസ് കറന്റ് ഡെൻസിറ്റി അതുപോലെ വോളിയം കറന്റ് ഡെൻസിറ്റി എന്നൊക്കെ പറയുന്നത്. അത് സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ്. ഇവിടെ മാഗ്നെറ്റോസ്റ്റാറ്റിക്സ് ആണ്. ഇറ്റ് ഈസ് ദി ഫീൽഡ് ഡ്യൂ ടു സ്റ്റഡി കറന്റ് കാരണമാണ്. അതുകൊണ്ട് ഇവിടെ സർഫസ് കറന്റ് ഡെൻസിറ്റി ആണ്. ഇനി എന്താണ് സർഫസ് കറന്റ് ഡെൻസിറ്റി? It is the amount of current flowing per unit length in a direction perpendicular to the current flow. Amount of current flowing per unit length in a direction perpendicular to the current flow. ഞാനത് ഒരു ഡയഗ്രമാറ്റിക്കലി പറഞ്ഞുതരാം. നമ്മുടെ ഒരു ഷീറ്റ് ഉണ്ട് എഴുതുക. ഓക്കെ, ഇതുപോലെ ഒരു ഷീറ്റ് ഉണ്ട് എഴുതുക. ഓക്കെ, ഇതിനകത്ത് ഞാനൊരു ചെറിയ പോർഷൻ എടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെയുള്ളൊരു പോർഷൻ. ഓക്കെ, ഇതിലൂടെ കറണ്ട് ആ ഡയറക്ഷനിലേക്ക് ഒഴുകുന്നുണ്ട്, അങ്ങോട്ടേക്ക് കറണ്ട് ഒഴുകുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ പോകുന്നുണ്ട്. ഇനി എന്താ സർഫസ് കറന്റ് ഡെൻസിറ്റി ആണ്? അതൊരു ഷീറ്റ് ആണ്, അതുകൊണ്ട് സർഫസ് എന്നാവുക. ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് കറന്റ് ഫ്ലോയിങ് ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദി ഫ്ലോ ഓഫ് കറന്റ് എന്നാണ്, അല്ലേ? എമൗണ്ട് ഓഫ് കറന്റ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് കേട്ടോ. നമ്മള് ലീനിയർ ചാർജ് ഡെൻസിറ്റി പറഞ്ഞപ്പോൾ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആ പറഞ്ഞത്. ഇത് സർഫസ് കറന്റ് ഡെൻസിറ്റിയാണ്. അപ്പൊ എന്താണ്? കറന്റ് പെർ യൂണിറ്റ് ലെങ്ത്, അല്ലേ? ഇനി ആ ലെങ്ത് ഏത് ഡയറക്ഷനില്? കറന്റ് ഫ്ലോയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലോ, അല്ലേ? അപ്പൊ അതിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താവും? ഇതാവും ഡയറക്ഷൻ, അല്ലേ? ഇനി ഞാൻ ഇതിനകത്ത് ചെറിയൊരു സ്ട്രിപ്പ് എടുക്കുകയാണ്. ഓക്കെ, ഈ ചെറിയൊരു പോർഷൻ എടുക്കുകയാണ്. ഇതിന്റെ മൊത്തം ഏരിയ എന്ന് പറയുന്നത് DA ആണ്. ഓക്കെ, ഈ ഡയറക്ഷനിലല്ലേ കറണ്ട് പോകുന്നേ? അതുകൊണ്ട് ഈ സ്ട്രിപ്പിന്റെ ഈ ലെങ്ത്തിന് ഞാൻ DL പാരലൽ എന്ന് പറഞ്ഞു. കറന്റ് ഫ്ലോക്ക് പാരലൽ ആയിട്ടുള്ള സെഗ്മെന്റ്. അതുപോലെ ഈ പോർഷൻ ഞാൻ DL പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ ഈ ചിത്രപ്രകാരം ഐ ക്യാൻ സേ ദ സർഫസ് കറന്റ് ഡെൻസിറ്റി K can be given as K equal to amount of current flowing per unit area perpendicular to the current flow. ഇതിന് കറന്റ് ഫ്ലോക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ ഏതാ? ഇത്. അതുകൊണ്ട് K equal to DI/DL പെർപെൻഡിക്കുലർ എന്ന് ഈ ചിത്രത്തെ നോക്കി പറയാം കേട്ടോ. ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഇതിനകത്തുള്ള ഇതിന്റെ ഏരിയ എന്നാണ് ഈ സ്ട്രിപ്പിന്റെ. ഓക്കെ, ഈ സ്ട്രിപ്പിന്റെ ഏരിയ എന്താണ്? DA equal to DL പെർപെൻഡിക്കുലർ ഇൻറ്റു DL പാരലൽ എന്നീ കൂടെ. ഈ സ്ട്രിപ്പിന്റെ ഏരിയ DA equal to DL പെർപെൻഡിക്കുലർ ഇൻറ്റു DL പാരലൽ എന്ന് എഴുതാം, അല്ലെ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ആ ഫോർമുലയാണ്, അല്ലെ? ആ രീതിയിൽ എഴുതാം. ഇനി ഇതിനകത്ത് നമുക്ക് ഇതിന്റെ ചാർജ് നമുക്കറിയാം. കറണ്ടിലുള്ള ജനറൽ ഫോർമുല I equal to dQ/dt ആണ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഇതിനകത്ത് ഈ ചെറിയ ഏരിയ DA എൻക്ലോസ് ചെയ്തിട്ടുള്ള ചാർജിന്റെ ക്വാണ്ടിറ്റി ഇതാണ്. ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ടേംസ് ഓഫ് സർഫസ് ചാർജ് ഡെൻസിറ്റി എന്താണ്? സർഫസ് ചാർജ് ഡെൻസിറ്റിന്റെ ടേംസിൽ dQ equal to സിഗ്മ ഇൻറ്റു DA എന്നാണ്, അല്ലെ? സിഗ്മ ഇൻറ്റു DA. അല്ലെങ്കിൽ ഐ ക്യാൻ റൈറ്റ് DQ equal to സിഗ്മ ഇൻറ്റു DA എന്ന് പറഞ്ഞാൽ എന്താണ്? DL പെർപെൻഡിക്കുലർ ഇൻറ്റു DL പാരലൽ എന്ന് എഴുതാം, അല്ലെ? DL പെർപെൻഡിക്കുലർ ഇൻറ്റു DL പാരലൽ എന്ന് എഴുതാം, അല്ലെ? Therefore the current flowing can be given as DI. Current can be given as എന്താണ്? dQ/dt. ചാർജ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം, അല്ലേ? dQ/dt അല്ലേ? അല്ലെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് DI equal to DQ. DQ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ ഇൻറ്റു DL പെർപെൻഡിക്കുലർ ഇൻറ്റു DL പാരലൽ ബൈ DT എന്ന് എഴുതാം, അല്ലേ? ആ രീതിയിൽ എനിക്ക് കറണ്ട് എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ഇതിനെ ചെറുതായിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്താണ്. ഐ ക്യാൻ റൈറ്റ് DI equal to സിഗ്മ ഇൻറ്റു DL perpendicular into
dl പാരലൽ ബൈ dt. ഇനി dl പാരലൽ ബൈ dt എന്ന് പറഞ്ഞാൽ dl പാരലൽ എന്ന് പറഞ്ഞാൽ ഈ നീളാണ് അല്ലേ. അത് ശരിക്കും ചാർജ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസാ അല്ലേ. ചാർജ് ഇങ്ങനെയല്ലേ പോകുന്നത്, ചാർജ് പാർട്ടിക്കിൾസ്, അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് dl പാരലൽ. അപ്പം dl പാരലൽ ബൈ dt എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും വെലോസിറ്റി ആണ് അല്ലേ. വെലോസിറ്റി ഓഫ് ദി ചാർജ് പാർട്ടിക്കിൾ ആണ്. I can write di equal to sigma into dl perpendicular into v എന്ന് എഴുതാം, where v is the velocity of the charge particle അല്ലേ. ആ ജസ്റ്റിഫിക്കേഷൻ അവിടെ ക്ലിയർ അല്ലേ. ഇതിന് ആ പോകുന്ന ഡയറക്ഷനിലെ ലെങ്ത് ആണ് dl പാരലൽ. dl പാരലൽ ബൈ dt ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞ വെലോസിറ്റി ആണ് അല്ലേ. ഇനി I can find surface current density. എന്താണ്, therefore k equal to എന്താണ് di by dl perpendicular. di by dl perpendicular എന്ന് പറഞ്ഞാൽ എന്താണ്, sigma into v ആണ് അല്ലേ. hence the expression for surface current density in terms of surface charge density is k equal to sigma into v അല്ലേ. നിങ്ങൾ അവിടെ പഠിച്ചു ഓർക്കുന്നുണ്ടാവും അല്ലേ, I equal to lambda into v എന്നുള്ളത്. തൊട്ട് മുമ്പത്തെ പോർഷനിൽ നമ്മൾ I equal to lambda into v എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ ഇവിടെ എന്താവും, സിഗ്മ ഇൻറ്റു വി എന്നാവും അല്ലേ. ഇനി അടുത്ത ടോപ്പിക് എന്താണ്, ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ സർഫസ് കറന്റ്. സർഫസ് കറന്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ് അല്ലേ. എത്രയാണ് നമുക്കറിയാം, ഇൻ ജനറൽ F equal to Q into V cross B അല്ലേ. The force experienced by a charge particle placed in a magnetic field B where V is the velocity. എന്താണ്, F equal to Q into V cross B ആണ്. ഇനി ഈ ഒരു സ്ട്രിപ്പ്, ഈ പർട്ടിക്കുലർ സ്ട്രിപ്പ് ഉണ്ടല്ലോ, ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്മോൾ ഫോഴ്സ് can be given as dF equal to dq into V cross B എന്ന് എഴുതാം അല്ലേ. അപ്പം ഇനി നേരത്തെ അതേപോലത്തെ പ്രൊസീജിയർ dF equal to dq എന്ന് പറഞ്ഞാൽ സിഗ്മ ഇൻറ്റു dA ഇൻറ്റു V cross B എന്ന് എഴുതാം അല്ലേ. dF equal to സിഗ്മ ഇൻറ്റു dA ഇൻറ്റു V cross B എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇനി can be written as dF equal to dA ഇൻറ്റു ഈ സിഗ്മയെ ഞാൻ അകത്ത് എടുത്താൽ സിഗ്മ V ക്രോസ് B എന്ന് എഴുതാം അല്ലേ. ആ രീതി എഴുതിക്കൂടെ അല്ലേ. ഇനി സിഗ്മ ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ എന്താണ്, സിഗ്മ ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ കെ ആണ്. അപ്പം dF ഈക്വൽ ടു, ഞാൻ ഇതൊന്ന് മാറ്റി ചെയ്തിട്ടുണ്ട്, കെ ക്രോസ് ബി dA എന്ന് എഴുതാം അല്ലേ. കെ ക്രോസ് ബി dA എന്ന് എഴുതാം. Therefore the net force F due to a surface current can be given as integral K cross B dA. ഇതുപോലത്തെ റിലേഷൻ നിങ്ങൾ ലീനിയർ കറന്റിന്റെ കേസിൽ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്താണ്, F equal to I cross B dl അല്ലേ. തൊട്ട് മുമ്പത്തെ ടോപ്പിക് F equal to I cross B dl. അതുപോലെ ഇവിടെ എന്തായി, F equal to K cross B dA എന്നായി അല്ലേ. I എന്തായി, K ആയി, dl എന്തായി, dA ആയി. ഓക്കെ, ആ രീതിയിൽ നമ്മൾ ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ സർഫസ് കറന്റ് ആണ്. ക്ലിയർ ആണല്ലോ. ഇനി എന്താണ് വോളിയം കറന്റ് ഡെൻസിറ്റി നോക്കാം. ഓക്കെ, ഇപ്പൊ സർഫസ് കറന്റ് ഡെൻസിറ്റി ആണ് കഴിഞ്ഞത്. ഇനി വോളിയം കറന്റ് ഡെൻസിറ്റി അല്ലെ. ഡെഫിനിഷൻ ഇങ്ങനെയാണ്, ദി എമൗണ്ട് ഓഫ് കറന്റ് ഫ്ലോയിങ് ത്രൂ യൂണിറ്റ് ഏരിയ ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദി ഫ്ലോ ഓഫ് കറന്റ്. എമൗണ്ട് ഓഫ് കറന്റ് ഫ്ലോയിങ് ത്രൂ യൂണിറ്റ് ഏരിയ ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഫ്ലോ ഓഫ് കറന്റ്. അങ്ങനെയാണ്. അപ്പൊ നോക്കാം, അത് മനസ്സിലാകാൻ നമുക്ക് നോക്കാം. ഒരു സിലിണ്ടറിക്കൽ പോർഷൻ എടുക്കാം. ഓക്കെ, ഇങ്ങനെയുള്ളൊരു പോർഷൻ എടുക്കാം. ഓക്കെ, ഇനി ഇതിനകത്ത് ഞാൻ ഒരു വോളിയം പാർട്ട് എടുക്കുകയാണ്. നോക്കാം, ഈ രീതിയിൽ വരയ്ക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ ഒരു പോർഷൻ, ഇങ്ങനെ പോർഷൻ എടുത്തു. ഇനി ഇതിലൂടെ കറണ്ട് ഐ അങ്ങോട്ടേക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ചെറിയ വോളിയം എലമെന്റ് എടുക്കുകയാണ് ഞാൻ. ഓക്കെ, ഇതിന്റെ ഈ വോളിയം എലമെന്റിന്റെ ഈ ഒരു സർഫസ് ഉണ്ടല്ലോ, ഈ ക്രോസ് സെക്ഷൻ ഏരിയ, അത് ഞാൻ ഡി എ പെർപെൻഡിക്കുലർ എന്ന് എഴുതി. ഓക്കെ, ഏരിയ പെർപെൻഡിക്കുലർ ടു ദ കറന്റ് ഫ്ലോ. അതുപോലെ ഇതിന്റെ ലെങ്ത് ഞാൻ ഡി എൽ എന്ന് എഴുതി അല്ലെ, ഡി എൽ പാരലൽ എന്ന് എഴുതാം. കുഴപ്പമില്ലല്ലോ. ഞാൻ എന്താ ചെയ്തേ, ഇതിനകത്തെ ചെറിയൊരു സെഗ്മെന്റ് എടുത്തു അല്ലെ. ആ സെഗ്മെന്റിന്റെ വോളിയം ഡീറ്റോ ആണ്. ഓക്കെ, ഈ സെഗ്മെന്റിന്റെ വോളിയം
d2 ആണ്. അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ DA പെർപെൻഡിക്കുലർ. എന്താ DA പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞത്? ചാർജ് ആ ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ. ഓക്കെ, അതുപോലെ ആ ഡയറക്ഷനിലാണ് അതിന് പാരലൽ ആയിട്ടുള്ള ലെങ്ത്തിന് ഞാൻ DL പാരലൽ എന്ന് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ പ്രകാരം സർഫസ് വോളിയം കറന്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ J അല്ലേ. J can be given as the amount of current flowing through unit area in a direction perpendicular to the flow of current അല്ലേ. അപ്പോൾ amount of current DI by per unit area perpendicular എന്ന് പറഞ്ഞാൽ എന്താവും? DA perpendicular എന്നാവും അല്ലേ. ഇതാണ് വോളിയം കറന്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇത് നമുക്ക് നേരത്തെ പോലെ എന്ത് ചെയ്യാണ്ട് അതിന്റെ ബാക്കി കാൽക്കുലേഷനിലേക്ക് കിടക്കാം. നോക്കാം, നമുക്ക് അറിയാം ചാർജ് എന്ന് പറഞ്ഞാൽ DQ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ എലമെന്റ് ഉണ്ടല്ലോ D2, ആ വോളിയം എലമെന്റ് എൻക്ലോസ് ചെയ്യുന്ന ചാർജ് DQ എന്ന് എഴുതുക. ഇൻ ടേംസ് ഓഫ് വോളിയം ചാർജ് ഡെൻസിറ്റി ഇറ്റ് ക്യാൻ ബി ഗിവൺ ആസ് റോ D2 അല്ലേ. റോ D2 അല്ലേ ഇതിന്റെ ചാർജ് ഡെൻസിറ്റി, കാരണം റോ എന്ന് പറഞ്ഞാൽ DQ ബൈ D2 എന്നല്ലേ, ചാർജ് പെർ യൂണിറ്റ് വോളിയം. അപ്പൊ ഐ ക്യാൻ റൈറ്റ് DQ ഈക്വൽ ടു റോ ഇൻറ്റു DA പെർപെൻഡിക്കുലർ ഇൻറ്റു DL പാരലൽ എന്ന് എഴുതാം. എന്താ DA പെർപെൻഡിക്കുലർ DL പാരലൽ എന്ന് എഴുതാൻ കാരണം? ബിക്കോസ് ദിസ് വോളിയം ഈസ് ഏരിയ ഇൻറ്റു ലെങ്ത് അല്ലേ. D2 എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്, DA പെർപെൻഡിക്കുലർ ഇൻറ്റു DL പാരലൽ ആണ്. അങ്ങനെ എഴുതി. therefore I can write current DI through this small portion is DQ by DT which is equal to DQ എന്ന് പറഞ്ഞാൽ എന്താണ്? rho DA perpendicular into DL parallel by DT. ഇനി നേരത്തെ അതേപോലത്തെ ഒരു ജസ്റ്റിഫിക്കേഷൻ എന്ത്? DI equal to ഈ DL parallel by DT എന്ന് പറഞ്ഞാൽ പാരലൽ ലെങ്ത് ഓഫ് ദി സെക്ഷൻ ഡിവൈഡ് ബൈ ടൈം, ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. അപ്പൊ റോ ഇൻറ്റു DA പെർപെൻഡിക്കുലർ ഇൻറ്റു V എന്ന് എഴുതാം അല്ലെ. DL parallel by DT എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ് അല്ലെ. therefore the volume current density J equal to DI by DA perpendicular ആണ്. DI by DA perpendicular എന്ന് പറഞ്ഞാൽ റോ ഇൻറ്റു V ആണ്. അപ്പൊ ഒന്നാമത്തെ കേസിൽ ലാംഡ ഇൻറ്റു V കിട്ടി, രണ്ടാമത്തെ കേസിൽ സിഗ്മ ഇൻറ്റു V കിട്ടി, മൂന്നാമത്തെ കേസിൽ റോ ഇൻറ്റു V എന്ന് കിട്ടി അല്ലെ. ഇനി നമുക്ക് അടുത്ത് ഫോഴ്സ് ഓൺ എ വോളിയം എലമെന്റ് കാണാം. എന്താണ് ഫോഴ്സ്? ഫോർമുല ഇതാണ്, F ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് B ആണ് ഫോർമുല. ഇനി ഈ ഒരു സ്മാൾ സെഗ്മെന്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്മാൾ ഫോഴ്സ് എന്താണ്? DF ഈക്വൽ ടു DQ ഇൻറ്റു V ക്രോസ് B ആണ്. ഓർ ഇറ്റ് ക്യാൻ ബി ഗിവൺ ആസ് DQ എന്ന് പറഞ്ഞാൽ റോ D2 അല്ലെ, റോ D2 ഇൻറ്റു V ക്രോസ് B ആണ്. ഓർ റോ V ക്രോസ് B D2 എന്ന് എഴുതാം. therefore the total force experienced by the whole segment can be given as integral rho V എന്ന് പറഞ്ഞാൽ എന്താണ്? J ആണ്, J ക്രോസ് B D2 എന്ന് എഴുതാം അല്ലെ. റോ ഇൻറ്റു V എന്ന് പറഞ്ഞാൽ J ആണ്. അപ്പം ഇതാണ് ആ ടോട്ടൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇത്രയുമാണ് നമ്മുടെ എന്ത് വോളിയം കറന്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ, ഞാൻ ഇമ്പോർട്ടന്റ് പോർഷൻസ് പറഞ്ഞപ്പോൾ അതിനകത്ത് വിട്ടുപോയൊരു ഭാഗമാണ്. ഓക്കെ, എന്താണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ? ഓക്കെ, അപ്പൊ നോക്കാം. ഇത് ജസ്റ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. മാഗ്നറ്റോസ്റ്റാറ്റിക്സിലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഓക്കെ, അതായത് equation of continuity simply express the fact that charge is conserved. Okay, ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ വോളിയം കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഒരു സ്ഫിയർ. ഓക്കെ, അതിൽ നിന്നും കറണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ഒരു സ്ഫിയർ എന്ന് പറയുമ്പോൾ അതൊരു വോളിയം ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലേ. അപ്പൊ കറണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക? J ആണ്, വോളിയം കറന്റ് ഡെൻസിറ്റി ആണ് നമ്മൾ പറയാം അല്ലെ. J എന്ന് പറഞ്ഞാൽ വോളിയം കറന്റ് ഡെൻസിറ്റി. ഇനി ഇതിനൊക്കെ എന്തുണ്ടാവും? എല്ലാ ഡയറക്ഷനിലും ഇങ്ങനെ കറണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഇനി ഇതിനൊരു ചെറിയൊരു ഏരിയ ഒക്കെ ഉണ്ടാവും അല്ലേ, അതാണ് DA അല്ലേ. ആ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിനിപ്പോ എൻ ക്യാപ്പ് എന്ന് പറയാം. ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ ആണ് എൻ ക്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആ രീതിയിൽ. ഇനി എനിക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ ഐ ഹാവ് ടു കാൽക്കുലേറ്റ് ദി സ്മാൾ എമൗണ്ട് ഓഫ് കറന്റ്
DI ലീവിംഗ് ത്രൂ എ സ്മാൾ ഏരിയ DA. DA എന്ന് പറഞ്ഞ ഈ ഒരു സെഗ്മെന്റിലൂടെ പുറത്തേക്ക് ഒഴുകുന്ന കറന്റ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ, DI അല്ലേ. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ആസ് ദി ഫ്ലക്സ് ഓഫ് ദി കറന്റ് ഡെൻസിറ്റി അല്ലേ. എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കലി ഇങ്ങനെ പറയാം, ദ സ്മാൾ എമൗണ്ട് ഓഫ് കറന്റ് ലീവിംഗ് ത്രൂ ദ ഏരിയ DA can be given as the flux of volume current density, that is J dot ds എന്ന് അല്ലെങ്കിൽ DA എന്ന് എഴുതാം അല്ലേ, J dot DA. ഇനി അത് ഇങ്ങനെയും വേണേ പറയാം, ഡോട്ട് DA എന്ന് പറഞ്ഞാൽ JDA cos theta എന്നല്ലേ, DA cos theta എന്ന് പറഞ്ഞാൽ in a direction perpendicular to the current flow എന്ന് പറയാം അല്ലേ, ഏരിയ പെർപെൻഡിക്കുലർ ടു കറന്റ് ഫ്ലോ. തൊട്ട് മുമ്പേ നമ്മൾ പഠിച്ചു J എന്ന് പറഞ്ഞാൽ എന്താണ്, കറന്റ് ബൈ ഏരിയ പെർപെൻഡിക്കുലർ ടു ദ കറന്റ് ഫ്ലോ എന്നാണ്. അപ്പോൾ ആ ഇക്വേഷൻ പ്രകാരം ഇതൊക്കെയാണ് അല്ലെ. തൊട്ട് മുമ്പ് നമ്മൾ എന്താ പഠിച്ചത്, J equal to DI by DA പെർപെൻഡിക്കുലർ ആണ്. DA പെർപെൻഡിക്കുലർ കമ്പോണന്റ് ഓഫ് ഏരിയ എങ്ങനെ കിട്ടുക, ഡോട്ട് കിട്ടുന്നുണ്ട് അല്ലെ. J dot DA എന്ന് പറഞ്ഞാൽ JDA cos theta എന്നല്ലേ, ആ DA cos theta എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ സോർട്ട് ഔട്ട് ദി പെർപെൻഡിക്കുലർ കമ്പോണന്റ് അല്ലെ. DA equal to J dot DA എന്ന് എഴുതാം. ഓക്കെ, അതുകൊണ്ട് ടോട്ടൽ കറന്റ് ലീവിംഗ് ദി entire surface can be given as I equal to integral J dot DA അല്ലെ. ഇനി ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഞാൻ എന്ത് ചെയ്താണ്, ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്യാം അല്ലെ, ഗോസ് ഡൈവേർജൻസ് തിയറം. അങ്ങനെ അപ്ലൈ ചെയ്യാൻ കിട്ടും, ഇതിപ്പോ സർഫസ് ഇന്റഗ്രൽ ആണ്, ഇറ്റ് വിൽ ബിക്കം ഇന്റഗ്രൽ ഡെൽ ഡോട്ട് J ഡിറ്റോ വോളിയം ഇന്റഗ്രൽ ആവും അല്ലെ. I equal to ഇന്റഗ്രൽ ഡെൽ ഡോട്ട് J ഡിറ്റോ എന്നാവും. എന്താ അപ്ലൈ ചെയ്തേ, ഗോസ് ഡൈവേർജൻസ് തിയറം ഈ ഇക്വേഷൻ. അപ്പൊ ഇതല്ലേ കിട്ടുക അല്ലെ, അങ്ങനെ കിട്ടി. ഓക്കെ, ഇത് കറന്റിനുള്ള ഒരു എക്സ്പ്രഷൻ ആണ്. ഓക്കെ, ഇനി എനിക്ക് കറന്റിനുള്ള മറ്റൊരു എക്സ്പ്രഷൻ കൂടെ അറിയാം, എന്താണ്, I is the amount of charge flowing out through the surface അല്ലെ. I equal to dq by dt. amount of charge leaving the surface ആണ് അല്ലെ. ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ചാർജ് ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക അല്ലെ, ലീവിംഗ് ദ സർഫസ്. അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് I put a നെഗറ്റീവ് സൈൻ അല്ലെ. എങ്ങനെയാ പറഞ്ഞേ, in this particular case the volume charge is bounded by the surface and current is the rate of decrease of charge inside the volume അല്ലെ. ഇവിടെ കറന്റ് എന്ന് പറഞ്ഞാൽ it is the rate of decrease of charge inside the volume. അതുകൊണ്ട് I can write it as I equal to minus dq by dt, and in terms of charge density equal to minus d by dt of q എന്ന് പറഞ്ഞാൽ rho d2 എന്നെഴുതാം അല്ലെ. അതിൽ കൂടെ കാരണം റോ എന്ന് പറഞ്ഞാൽ വോളിയം ചാർജ് ഡെൻസിറ്റി ആണ്, റോ ഈക്വൽ ടു dq by dt എന്നാണ്, ഡിറ്റോ എന്നാണ്. അപ്പം q ഈക്വൽ ടു ഇന്റഗ്രൽ റോ ഡിറ്റോ എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇതിനൊന്ന് മോഡിഫൈ ചെയ്താൽ I ഈക്വൽ ടു മൈനസ് അങ്ങനെ തന്നെ ആ രീതിയിൽ എഴുതാം അല്ലെ, മൈനസ് ഡി റോ ബൈ ഡി ടി ഇൻറ്റു ഡിറ്റോ എന്ന് എഴുതാം. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തി, മൈനസ് ഡി റോ ബൈ ഡി ടി ഇൻറ്റു ഡിറ്റോ എന്ന് എഴുതി അല്ലെ. അപ്പം അത് പോയി കഴിഞ്ഞാൽ ഇത് രണ്ടും കറന്റിനുള്ള എക്സ്പ്രഷനാണ് അല്ലെ. ഇതും I ആണ്, ഇതും I ആണ്. അത് എനിക്ക് ഇക്വേറ്റ് ചെയ്യാം, ഈ ഒരു കേസിൽ എനിക്ക് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് ഇന്റഗ്രൽ വോളിയം ഇന്റഗ്രൽ ഡെൽ ഡോട്ട് J ഡിറ്റോ ഈക്വൽ ടു മൈനസ് ഡി റോ ബൈ ഡി ടി ഡിറ്റോ എന്ന് എഴുതാം അല്ലെ. മൈനസ് ഞാൻ അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ ക്യൂന് പകരം റോ ഡിറ്റോ എന്ന് എഴുതി. ക്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്റഗ്രൽ റോ ഡിറ്റോ ആണ് കേട്ടോ. ഓക്കെ, അവിടെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്, ഇന്റഗ്രൽ റോ ഡിറ്റോ. അപ്പം എന്ത് ചെയ്യണം, മൈനസ് ഇവിടെയും എന്ത് ചെയ്യണം, മൈനസ് ഡി ബൈ ഡി ടി ഓഫ് ഇന്റഗ്രൽ റോ ഡിറ്റോ എന്ന് എഴുതണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും, ഒരു ഇന്റഗ്രേഷൻ വരും അല്ലെ, മൈനസ് ഇന്റഗ്രൽ ഡി റോ ബൈ ഡി ടി ഡിറ്റോ എന്ന് വരും അല്ലെ. അല്ലെങ്കിൽ ഇത് പാർഷ്യലാക്കിയിട്ട് എനിക്ക് എങ്ങനെ എഴുതാം, വോളിയം ഇന്റഗ്രൽ ഡെൽ ഡോട്ട് J ഡിറ്റോ ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ ഡോ റോ ബൈ ഡോ ടി ഡിറ്റോ എന്ന് എഴുതാം അല്ലെ. ഇവിടെ റോ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞ ഒറ്റ ടേം അല്ലോ, പാർഷ്യൽ ഇത് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അപ്പൊ പാർഷ്യൽ ഡെറിവേറ്റീവ് ആക്കാം, അത് കുഴപ്പമില്ല, ഡോ റോ ബൈ ഡോ ടി ഡിറ്റോ. ഓക്കെ, അപ്പോ
ഇനി നോക്കാം, ഇപ്പുറത്തും അപ്പുറത്തും വോളിയം ഇന്റഗ്രൽ d2 ഉണ്ട് അല്ലേ, ഇപ്പുറത്തും അപ്പുറത്തും വോളിയം ഇന്റഗ്രൽ d2 ഉണ്ട്. അപ്പം രണ്ട് സൈഡിലും ഇന്റഗ്രൽസ് സെയിം ആണ്, അതുകൊണ്ട് അതിന്റെ അകത്തുള്ള ഇന്റഗ്രൻസും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ദാറ്റ് ഇംപ്ലൈസ് del dot j equal to minus dou rho by dou t എന്ന് പറയാം അല്ലേ. ഇതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇതിനെ മറ്റൊരു രീതിയിൽ എഴുതാം, എന്ത്, del dot j plus dou rho by dou t equal to 0 എന്ന് എഴുതാം. ഇത് രണ്ടും ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആണ്, സെയിം അല്ലേ. del dot j plus dou rho by dou t equal to 0 അല്ലെങ്കിൽ del dot j equal to minus dou rho by dou t എന്ന് പറയുന്നതാണ് എന്ത്, continuity equation അല്ലേ. It is the mathematical expression for conservation of electric charges അല്ലേ. ഇനി ചില കേസിൽ നമുക്ക് സ്റ്റഡി കറണ്ടിന്റെ കേസിൽ റോ 0 ആയിരിക്കും, അപ്പോൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താവും, del dot j equal to 0 അല്ലേ. റോ 0 ആയി കഴിഞ്ഞാൽ del dot j equal to 0 എന്ന് പറയാം അല്ലേ. ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ശരിക്കും കിർച്ചോഫ് ലോ എന്ന് പറയുന്നത് അല്ലേ. കിർച്ചോഫ് കറന്റ് ലോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ആൽജിബ്രായിക് സം ഓഫ് current reaching a junction is 0 അല്ലേ. current reaching the junction should be equal to the current leaving the junction. അപ്പോൾ ഒരു ജംഗ്ഷനിലുള്ള കറന്റിന്റെ ടോട്ടൽ എമൗണ്ട് എന്തായിരിക്കണം, 0 ആയിരിക്കണം. ഇത് അതിന്റെ ഒരു വൺ ഡയമെൻഷണൽ കൗണ്ടർ പാർട്ടാണ്. ഓക്കെ, അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഇതിനകത്ത് മറ്റൊരു ചെറിയ ഒബ്സർവേഷൻ ഉള്ളത്, സ്റ്റഡി കറന്റ് ആണ് കേസിൽ എന്താവും, del dot j equal to 0 എന്നാവും അല്ലേ. അപ്പൊ നമുക്കറിയാം ഡൈവേർജൻസ് ഓഫ് കേൾ ഓഫ് എ വെക്ടർ എന്താണ്, 0 ആണ്. അതുകൊണ്ട് ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്താൽ j can be obtained as the curl of a vector and that is nothing but magnetic field. അതുകൊണ്ട് j equal to del cross b എന്ന് പറഞ്ഞ റിലേഷനും വാലിഡ് ആണ്. ഓക്കെ, ഇത്രയാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി നമുക്ക് ബയോസാവാർട്സിലൊക്കെയാണ് പറയാനുള്ളത് കേട്ടോ. കുറച്ചുകൂടെ നമുക്കൊന്ന് സ്പീഡായിട്ട് പോകേണ്ടതുണ്ട്. നമുക്ക് നവംബർ 15 ക്ലാസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് തീർക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ് കാണാം. താങ്ക് യു ഓൾ.